തിരുവെപ്പിന്റെ ചടങ്ങുകൾ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു കുഞ്ഞ് വീഡിയോ ആണ്. ഞങ്ങളുടെ കസിൻ്റെ ഹൽദി ഫംഗ്ഷനും അതേപോലെ തന്നെ കല്യാണം കൂടി ചേർന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണേ. അതിനായിട്ട് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാണെന്ന് പറയാം കേട്ടോ. കാരണം നമുക്കിന്ന് വൈകിട്ടാകുമ്പോഴേക്കും ഹെൽത്തി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് ക്ലീനിങ് ഒക്കെ ഒന്ന് നടത്തിയേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കുറേ തുണിയൊക്കെ ഞാൻ മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ ഹെൽത്തി ഫംഗ്ഷനും കല്യാണം അതിനെ ബേസ് ചെയ്ത് തന്നെ കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഓട്ടം തന്നെയായിരുന്നു മൊത്തത്തിൽ. അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ എല്ലാവരും യെല്ലോ എടുക്കുന്നത് ഹൽദി ഫംഗ്ഷൻ പോലെ നടത്തേണ്ടതെന്ന് പോലും ഞാൻ അറിഞ്ഞത് വൈകിയാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് യെല്ലോ കളർ ഒപ്പിക്കാനായിട്ട് ഞാൻ കുറച്ച് പാടുപെട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എനിക്ക് യെല്ലോ അത്ര ഇഷ്ടമുള്ളൊരു കളറല്ല. ഡ്രസ്സായിട്ട് എനിക്ക് എടുക്കാനായിട്ട് ക്യാഷ് എടുത്ത് മേടിച്ച് ചുമ്മാ അലമാരയിൽ വെക്കാനായിട്ട് എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഒരുവിധം ഒരു യെല്ലോ എടുക്കാം, ഒരു ഇങ്ങനെ ചന്ദനത്തിൻ്റെ കളർ എടുക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു പിന്നെ ഇരുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ ഇപ്പം പല കടകളിലും ഞാൻ പോയി നോക്കി കഴിഞ്ഞപ്പോഴും അതെനിക്ക് കിട്ടുന്നില്ല. നല്ല കടും മഞ്ഞ എന്നൊക്കെ പറയണ പോലത്തെ ഒരു മഞ്ഞയാണ് കേട്ടോ. അപ്പോൾ അതേ ഈ മൈക്കാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞങ്ങളുടെ വ്ളോഗിലൊക്കെ ഡബ് ചെയ്യാനായിട്ട് വേണ്ടി അത്യാവശ്യം നല്ലോണം പെർഫോം ചെയ്യുന്ന ഒരു മൈക്കാണ്. 150 റുപ്പീസിന് താഴെ എന്തോ ഉള്ളൂ, ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ. അതിനും കുറഞ്ഞതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് എൽഡറിൻ്റെ റൂമാണ്. എൽഡറിനെ എല്ലാം അലമ്പാക്കി ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഞാൻ എല്ലാ ദിവസവും റൂമെല്ലാം ക്ലീൻ ചെയ്യാമായിരുന്നു. ഇപ്പം എനിക്ക് അതിനുള്ള സമയമൊന്നും കിട്ടുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഷോർട്സ് വീഡിയോ മാത്രം ഇപ്പോൾ ഇടുന്നത് കേട്ടോ കൂടുതലും. അപ്പോൾ ഞാൻ ചപ്പാത്തി കഴിക്കാമെന്ന് കരുതി കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് സിയാൻ എന്നെ ആ ഫംഗ്ഷൻ്റെ അവിടെ പോകുമ്പോൾ സിയാൻ കഴിപ്പിക്കോ ഇല്ലയോ എന്ന് അറിയില്ല കേട്ടോ. കാരണം ഓൾറെഡി സിയാൻ കഴിക്കത്തില്ല. അപ്പോൾ എന്തായാലും കൂടെ ഇരിക്കുന്നവരെ അവൻ കഴിപ്പിക്കത്തുമില്ല കേട്ടോ. അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ വിചാരിച്ചു അവൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം മുടി ആയി കേട്ടോ. സാധാരണ ഞാൻ എല്ലാ മന്തും കൊണ്ടേ കട്ട് ചെയ്യും കേട്ടോ. ഇച്ചിരി ഒന്ന് കൂടി കഴിയുമ്പോഴേക്കും കട്ട് ചെയ്യാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീര് വീഴ്ച വരും കേട്ടോ. ഒരുപാട് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇല്ലെന്ന് തോന്നും, പക്ഷെ നല്ല മുടി ഉണ്ടായിരുന്നു കേട്ടോ. വെട്ടിക്കഴിഞ്ഞപ്പോഴൊക്കെ ഒരുപാട് മുടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ കട്ട് ചെയ്തോന്ന് ചോദിച്ചാൽ കട്ട് ചെയ്തു, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല, അങ്ങനത്തെ ഒരു മട്ടായിരുന്നു കേട്ടോ. കാരണം കുറച്ചൊക്കെ അവന് ട്രിമ്മർ വെച്ച് കട്ട് ചെയ്യാൻ സമ്മതിച്ചുള്ളൂ കേട്ടോ. പിന്നെ ആ പുള്ളി കത്രിക വെച്ച് എല്ലാം കട്ട് ചെയ്യാൻ, അതുകൊണ്ട് വെട്ടിയെന്ന് ചോദിച്ചാൽ വെട്ടിയില്ല എന്നൊരു മട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് നമ്മളിതേ ഹൽദി ഫംഗ്ഷൻ കൂടാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ മീനു എന്നാണ് നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ പേര് വന്നിട്ട്. എല്ലാം നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടും അതേപോലെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ആരുടെയും കല്യാണത്തിന് ഇത്രയും ഒരു ഒരുക്കമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മീനു വന്നിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. തിരുവെപ്പിന്റെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. പ്രിയ മണവാട്ടി ഇപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. മണവാട്ടിയോടൊപ്പം മാതാപിതാക്കളും സഹോദരനും നമുക്ക് ഇവിടെ കടന്നു നിൽക്കാം. എല്ലാവർക്കും കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കാം. സ്ത്രീകൾ തലയിൽ മൂടുപടം ധരിച്ച് നിൽക്കുവാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു. പ്രാർത്ഥിക്കും. മധുരം കൊടുക്കുന്ന ഫംഗ്ഷനിലോട്ട് കിടക്കുക കേട്ടോ. മധുരം കൊടുത്തോട്ടെ, മധുരം കൊടുത്തോട്ടെ, മധുരം കൊടുത്തോട്ടെ.
മതിൽവെപ്പിന്റെ ചടങ്ങുകൾ അവസാനം. അങ്ങനെ ദേ അവസാനം ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി തട്ടിലോട്ട് കയറി നമ്മുടെ ഹൽദിയൊക്കെ തേക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പാവം തോന്നി. ഓൾറെഡി അവൾക്ക് ചെറുതായിട്ട് പിമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കടലമാവ് ആയതുകൊണ്ട് തന്നെ നല്ലോണം മുറുക്കി പിടിക്കുമല്ലോ നമ്മുടെ സ്കിന്ന് വന്നിട്ട്. അപ്പോൾ എല്ലാവരും തേക്കുന്നുണ്ട്, പാവം അത് ഇടയ്ക്കിടയ്ക്ക് തുടച്ച് കളയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ആർക്കും ഒരു തേച്ച കാരണം ഞാൻ പിന്നെ വിചാരിച്ചു വേണ്ട, പാവത്തിന് തേച്ച് അലമ്പാക്കണ്ടെന്ന് ഞാൻ കരുതി കേട്ടോ. കാരണം അവൾക്ക് പിമ്പിൾസൊക്കെ ഓൾറെഡി ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഈ കടലമാവ് തേക്കുമ്പോൾ നല്ലോണം വലിയുമല്ലോ സ്കിന്ന്. പിന്നെ കഴുകി കളയാൻ പാടുപെടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ തേക്കാനായിട്ട് തട്ടിലോട്ട് കയറിയില്ല. ഞാൻ ജസ്റ്റ് നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എൽഡിനാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഞാൻ പുറകിൽ അവിടെ നിൽക്കുമായിരുന്നു കേട്ടോ. എല്ലാം കണ്ടുകൊണ്ട് ഞാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്വീറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം എന്ന് കരുതി. കാരണം മധുരം വെപ്പല്ലേ, അപ്പോൾ എന്തായാലും സ്വീറ്റ് കൊടുക്കാം എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ സാധാരണ ഞങ്ങളുടെ ചേട്ടന്മാരൊന്നും അത്ര നല്ല പുള്ളികളൊന്നും അല്ല. കുറേ പേര് ഇപ്പോൾ UK-ലും ദുബായിലൊക്കെ ആയതുകൊണ്ടാണ് കുറേ കസിൻസ് ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ചേട്ടന്മാരൊന്നും അത്ര നല്ല പുള്ളികളൊന്നും അല്ല, ഉള്ളത് പറയണമല്ലോ. കാരണം അവർ മുഖത്ത് ഈ ഒരു സംഭവമൊക്കെ ഞങ്ങളുടെയൊക്കെ ആണെങ്കിൽ തേച്ച് കുളിപ്പിച്ചേനെ. ഭാഗ്യത്തിന് ഇപ്പോൾ എല്ലാവരും കല്യാണമൊക്കെ കഴിച്ച് ഒതുങ്ങിയിരിക്കുന്നതുകൊണ്ട് എല്ലാം നല്ല കുട്ടികളായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ സൈഡിൽ ഞാൻ ഇട്ട ഡ്രസ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു വല്ലാത്തൊരു മഞ്ഞയായിട്ട് ജിലേബിയുടെ ഒക്കെ കളറിൻ്റെ ഒരു മഞ്ഞയായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന കളറും അല്ല കേട്ടോ. ഓർഡർ ചെയ്ത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും വേറൊരു കളറായി പോയി കണ്ടോ. ജിലേബിയുടെ കളറായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ എൻ്റെ കളർ എന്ന് പറയുന്നത്. സിയാൻ്റെയും കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു, പക്ഷേ സിയാൻ്റെ ഒക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കളറാട്ടോ. എൻ്റെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ മറ്റേ മഞ്ഞയാണെന്ന് ഞാൻ ഒരിക്കലും ഒരു കാലത്തും ഇടാനായിട്ട് പോകുന്നില്ല. ഇത് ഞാൻ പിന്നെ എവിടെയെങ്കിലും ഇടുമെന്ന് വിചാരിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചേട്ടനും ചേച്ചിയും പപ്പയും കൂടെ കയറിയായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഫുള്ളായിട്ട് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും സിയാൻ്റെ സ്വഭാവം ഇറക്കി തുടങ്ങി. ഞങ്ങളുടെ കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ചേട്ടൻ്റെ കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ കൂടെ കളിയും തമാശയായിരുന്നു. അങ്ങനെ കല്യാണം ിലോട്ടെത്തി. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിട്ടോ. കാരണം എനിക്ക് ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് വഴിയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും എൻ്റെ ഡ്രസ്സെല്ലാം അലങ്കോലമായി. ഞാൻ സാരി ആയിരുന്നു കേട്ടോ എടുത്തത്. എല്ലാവരും സാരി കൊടുക്കുന്നതെന്നും പറഞ്ഞാലും അങ്ങനെ സാരി. അപ്പോൾ എനിക്ക് അടുത്ത് വന്ന് എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഇവിടെ ഡാൻസിങ്ങിന് തുടങ്ങി. അപ്പോൾ ഞാൻ പെട്ടെന്ന് കിട്ടിയതങ്ങ് വേഗം എടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്കനും പെണ്ണും വന്നിട്ട്. ഫോട്ടോസൊക്കെ നല്ല അടിപൊളി ഫോട്ടോസാണ് കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ചൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കിട്ടിയതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസും എല്ലാ കാര്യങ്ങളും, ഫുഡാണെങ്കിലും ശരി, ഡെക്കറേഷൻ എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളും 2-3 സെൽഫീസൊക്കെ എടുത്തു. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.